ഹസ്ബൻഡ് വൈഫ് എങ്ങനെ സഹിക്കും? இது ஃபுல் ஸ்டாப் வேண்டே. இது ஒரு சீரீஸ் மாதிரி போகுதுப்பா, வெப் சீரீஸ் இல்லை, എപ്പിസോഡാ. ഞാൻ ആരെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ ഇവിടെ ഇത്ര ചാനൽ ഇവിടെ ഉണ്ട്, മനസ്സ് നൊന്തുപോയി, മനസ്സ് വേദനയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെയും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? ഞാൻ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യന്റ്, എല്ലാവർക്കും അറിയാം. ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യന്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത്, ഓപ്പറേഷൻ ടൈമിലാണ് വന്നത്. അതിനു മുമ്പ് എവിടെയായിരുന്നു അത് ആർക്കും അറിയില്ല. എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല. എന്തൊക്കെ ഹറാസ്മെന്റ്. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏൻ വന്ന് പറയണം ഇത്രയും നാളെ എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ഇത് വലിയ തെളിവല്ലേ? ശരി, ഞാൻ ഒരു ചോദ്യം എല്ലാവരുടെടുത്തും ചോദിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയെന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു ഒരു ഡോക്ടർ. അപ്പൊ അതുക്ക് മറുപടി എന്താ പറഞ്ഞിരുന്നത്? ഹായ്, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാളുകൊണ്ട് പറയാൻ വിചാരിച്ചിട്ടുന്ന കാര്യമാണ്. അത് മിക്കവർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കാം, അതിനൊരു അവസാനം ആകാൻ പോകുകയാണ്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ബാല എലിസബത്തിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് എന്താണെന്ന് വെച്ചാൽ, നിരന്തരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ വ്യൂവേഴ്സ് വന്നിട്ട് അവർ തെറി വിളിക്കുന്നുണ്ട്. മോശമായിട്ട് കോകിലയെ എല്ലാവരെയും ചേർത്തിട്ട്, അച്ഛൻ അവർ ചേർത്തിട്ട് തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടാണ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് അതോടെ നിൽക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഇപ്പം ആദ്യം അമൃതയെ കല്യാണം കഴിച്ചു, ആള് ഡിവോഴ്സായി. കുറേ നാൾ അവർ സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ കാരണമായിരിക്കാം അവർ ഡിവോഴ്സായി. രണ്ടാമതാണ് എലിസബത്തിനെ കല്യാണം കഴിക്കുന്നത്. അതായത് ഒരു ഫ്രണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഡോക്ടർ ഫ്രണ്ട് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് ഈ എലിസബത്ത് രണ്ടാമതാണ് ബാലയെ കല്യാണം കഴിക്കുന്നത്. അതവിടെ. പിന്നെ മൂന്നാമതാണ് ഈ കോകിലി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ രണ്ടാമത് എലിസബത്തിനെ കല്യാണം കഴിച്ച സമയത്ത് അവർ 2 വർഷത്തോളം, ഏകദേശം 2 വർഷം അടുപ്പിച്ച് അവർ ഒരുമിച്ച് ജീവിച്ചതാണ്. വെഡിങ് ആനിവേഴ്സറി അടുത്ത വർഷം ആഘോഷിക്കാതെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അവർ ഇട്ടിരുന്നു. അതായത് ബാലയെ ശസ്ത്രക്രിയയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, ഇനി നമുക്ക് അടുത്ത വർഷം മൂന്നാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ സപ്പോസ് എന്തെങ്കിലും സംഭവിച്ചാൽ ആക്ടർ വേണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർ കല്യാണം കഴിച്ചു. ഇന്ന് ഞങ്ങൾ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. കഴിഞ്ഞ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്തിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ തവണ ഡാൻസ് ഇല്ല. തേർഡ് വെഡിങ് ആനിവേഴ്സറി വന്ന് ഡാൻസ് ആയിട്ടായിരിക്കും. കാര്യങ്ങളോട് നിർത്തുന്ന വെച്ചാൽ തെളിവൊന്നുമില്ല, കയ്യിൽ വേറെ പ്രൂഫൊന്നുമില്ല. ഇങ്ങനെ വായിട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. റേപ്പ് ചെയ്തു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. എനിക്കിപ്പം എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ബാലയെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരാരുമല്ല നമ്മളാരും നോക്കുന്നത്. എലിസബത്ത് കുറേ കാര്യങ്ങൾ ഇപ്പം പറയുന്നുണ്ട്. അത് പറയാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. 2 വർഷം കൂടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ചിലതൊക്കെ നമ്മൾക്ക് ബോധത്തോടെ ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം ഈ എലിസബത്തിനെ നേരിട്ട് നമുക്ക് ആർക്കും അറിയത്തില്ല, ഈ ബാലയെ നേരിട്ട് ആർക്കും അറിയത്തില്ല. ഈ വീഡിയോസിൽ കണ്ട് പരിചയമുള്ളൂ, പിന്നെ സിനിമയിലെ ആക്ടിങ് ഒക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള പരിചയങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ കുടുംബ ചരിത്രമൊന്നും ആർക്കും ഇവിടെ അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഈ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഈ എലിസബത്തിൻ്റെ ബുദ്ധി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുക, അതിലെങ്ങനെയെങ്കിലും വ്യൂവേഴ്സ് കയറുക. ഈ ഒരു പ്രശ്നം ബാല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രശ്നത്തിനെ നീട്ടി ഓരോ ദിവസം കൂടുന്തോറും അതിനെ ഇരട്ടി പ്രശ്നമാക്കി കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഒന്ന് വേറൊരു കണ്ടന്റ് ആണെങ്കിൽ അടുത്ത പിറ്റേ ദിവസം വേറൊരെണ്ണം കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെ കേസ് പിടിച്ചിട്ടാണ് എല്ലാ യൂട്യൂബേഴ്സും ഈ എലിസബത്തിന് സപ്പോർട്ട് നിൽക്കുന്നത്. ഈ ബാലയ്ക്ക് സപ്പോർട്ട് വേണമെന്നല്ല പറയുന്നത്, ബാലയ്ക്ക് സപ്പോർട്ടുണ്ട്, എലിസബത്തിന് സപ്പോർട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവർ ചെയ്യുന്നത് ജനങ്ങളെ പറ്റിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കും. കാരണം ഈ എലിസബത്ത് ഓരോ ദിവസം കഴിഞ്ഞാൽ ഓരോ വീഡിയോസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ്. ബാലനെ അങ്ങനെ ചെയ്തു, ബാലനെ ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാല ഇതിന് റിപ്ലൈ കൊടുക്കുന്നത്. അത് ആലോചിക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് നിവർത്തി കെടുമ്പോഴാണ് ഈ ബാല റിപ്ലൈ കൊടുക്കുന്നത്. 2 വർഷം വരെ കൂടെ ജീവിച്ചിട്ടും ഈ വ്യക്തിക്ക് ബാലയിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാനായില്ല.
അത് കഴിഞ്ഞ് ഈ കോകിലയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ ബാലയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ, അതും കോകിലയ്ക്ക് ഇപ്പം ഒരു വിശേഷമൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ഈ ഒരു കുറേ കുറ്റങ്ങൾ, പഴയ കുറ്റങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരുന്നത്. അതിലിപ്പോൾ ഉള്ളതാണോ അത് സത്യമാണെന്ന് പോലും നമ്മുടെ ഈ പലർക്കും അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും മാത്രമേ, ഈ ബാലയ്ക്ക് എലിസബത്തിന് മാത്രമേ ഇവരുടെ രണ്ടുപേർക്കും നടുവിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയൂ. പക്ഷെ അമൃത പോലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കാണിച്ചതുകൊണ്ട് ഇങ്ങനെ പോയിട്ടില്ല. കാരണം പേഴ്സണലായിട്ട് അവർ രണ്ടുപേരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു മാധ്യമത്തിന് മുമ്പിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇത് നേരെ തിരിഞ്ഞാണ്. ഈ എലിസബത്ത് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് വിശ്വസിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ റീച്ച് കൂട്ടി കൊടുക്കുകയും അവർ സപ്പോർട്ട് ചെയ്ത് ഒരു കാര്യം അറിയാണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനിപ്പോൾ ഒരു അവസാനം ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് വരണം. കാരണം നിവർത്തി കെട്ട ആ ബാലയും കോകിലയും പറയുന്നുണ്ട്, എന്നാലും അത്രയും നിവർത്തി കെട്ടിട്ടുണ്ട് അവർക്ക് വരുന്ന ഹരാസ്മെൻറ്റും കുറേ കമൻസിൻ്റെ ഓരോ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന ഓരോ കമൻസും വായിക്കാൻ പോലും പറ്റത്തില്ല. ഞാനും ചിലപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ അയക്കുമോ എന്നൊക്കെ നമ്മളും ചിന്തിച്ചു. പക്ഷേ നമ്മൾക്ക് ആർക്കും അവരെക്കുറിച്ച് ഒരു കാര്യം അറിയത്തില്ല. പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ? ആ എലിസബത്ത് പറയുന്ന ആളുടെ വ്യക്തിയുടെ അമ്മ പോലും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല. ഒരാൾ പോലും വന്നില്ല. എലിസബത്ത് മാത്രമാണ് ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. വേറെ ആരും ഇതിൽ കാണാനുമില്ല. അമൃതയുടെ കാര്യത്തിലാണെങ്കിൽ ചെറിയൊരു പ്രശ്നമാണ്, അതങ്ങ് കഴിഞ്ഞു, അവരങ്ങ് നിർത്തി. അത് പിന്നെ അതിനുശേഷം അവരാരും ഒന്നും പറയാൻ വന്നിട്ടില്ല. എല്ലാവരുടെ ഭാഗത്തും തെറ്റുകൾ കാണും, അതിനെ മാറ്റി കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഈ എലിസബത്ത് ഇപ്പം 2 വർഷമായിട്ടും കൂടെ നിന്ന് 2 വർഷമായിട്ടും തോന്നാത്ത തെറ്റുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഒരാൾ റേപ്പ് ചെയ്തു, ഒരു കല്യാണം കഴിഞ്ഞ ആളെങ്ങനെയാണ് ഒരാളെ റേപ്പ് ചെയ്യുന്നത് അതാദ്യം ചിന്തിക്കുക. കല്യാണം കഴിഞ്ഞ വ്യക്തിയെ, അതും ആദ്യം കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് എലിസബത്ത്. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമതാണ് ബാലയെ കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് റേപ്പ് ചെയ്തു, പലതവണ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് ആ സത്യം പറഞ്ഞാൽ ആ ഒരു വാക്കൊക്കെ എനിക്ക് ശരിയാണ് വരുന്നത്. ഇത്രയും ഒരു വലിയൊരു ഡോക്ടറിന് പഠിച്ച് ഡോക്ടറായ ഒരു സ്ത്രീയെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു, റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, പലതവണ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സാധാരണ ഒരു മനുഷ്യനെ ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെളിവുകൾ ബാല എലിസബത്തിനെ അടിക്കുന്നതോ ഉപദ്രവിക്കുന്നതായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു വെക്കണം. ഡോക്ടറിന് പഠിച്ച ആളല്ലേ, അപ്പം എന്തെങ്കിലും തെളിവ് എടുത്തു വെക്കാതിരിക്കാൻ പറ്റുമോ? അല്ലാണ്ട് സാധാരണ ഒരു പെൺകുട്ടിക്ക് ഒരു വീട്ടിൽ മാനസികമായിട്ട് പ്രോബ്ലം വരുമ്പോഴോ ഹസ്ബൻഡിൻ്റെ പ്രശ്നം വരുമ്പോഴോ അവർ ഒരു ചെറിയ വീഡിയോസ് എങ്കിലും എടുത്തു വയ്ക്കും. അതാണ് മാന്യത. അവർ എടുത്തു വയ്ക്കാറുണ്ട്. അതിൻ്റെ തെളിവാണ് നമ്മൾ ഓരോ ന്യൂസിലും കാണുന്നത്. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല. അവർ എന്തൊക്കെയോ ഓരോ ഉണ്ടാക്കുന്നു, കുറേ കണ്ടന്റിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനെ വിശ്വസിച്ച് കുറേ ആൾക്കാർ. പക്ഷെ ഇതിനെല്ലാം അവസാനം ഇടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ കേട്ട് മടുത്തു, അത്രയ്ക്ക് മടുത്തു ഈ ഒരു എലിസബത്ത് ബാല പ്രശ്നം.